താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സർ. എന്റെ കാറ് വന്നില്ലായിരുന്നെങ്കിൽ രണ്ടുപേരെ അവര് തല്ലിക്കൊന്നേനെ. ഇത്രയും പെട്ടെന്നൊരു ആക്രമണം ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. ഏതായാലും ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയുണ്ട്. അനാഥ മന്ദിരം കെട്ടുന്നതിനെ പറ്റിയുള്ള ചർച്ച തീരാൻ വൈകിയത് നിങ്ങളുടെ ഭാഗ്യം. അപ്പൊ സാറ് കോൺട്രാക്ടർ ആയിരിക്കും അല്ലേ? അയ്യോ, ഞാനൊരു പാവം. സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം സാമൂഹ്യ പ്രവർത്തകൻ. ശരി. നിങ്ങൾ DYSPയുടെ കൊലപാതകം അന്വേഷിക്കാമെന്ന ഉദ്യോഗസ്ഥന്മാരാണല്ലേ? ആ കൊലപാതകം മാത്രമല്ല, ഞങ്ങൾക്ക് കംപ്ലീറ്റ് കള്ളക്കടത്തുകാരെയും വേരോടെ പിഴുതെറിയുകയും വേണം. നേര് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. ഈ നഗരത്തിലെ കള്ളക്കടത്തുകാരെ ഒതുക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം ദയനീയമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത്? ഒരു കസ്റ്റംസ് ഓഫീസർ, DYSP റാങ്കിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ പലരും തട്ടിപ്പോയിട്ടുണ്ട്. ചെറുപ്പക്കാരായ നിങ്ങളോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നു. ഈ അന്വേഷണത്തിൽ നിന്നും പിന്മാറുന്നതല്ലേ നല്ലത്? ഞങ്ങൾ ഭീരുക്കളല്ല സർ. തീരെയല്ല സർ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വല്ലപ്പോഴും ഈ പാവപ്പെട്ടവനെ കാണണമെന്ന് തോന്നുമ്പോ ഇത് വെച്ചോളൂ. താങ്ക് യു സർ. അപ്പോ ഞാൻ നിൽക്കട്ടെ. സോറി. യെസ് സ്റ്റഡി. എന്തോന്നാ കുഞ്ഞുഷാ ഇത്? പിള്ളേർ കളിയാ? നടുറോഡിൽ വെച്ച് സ്റ്റണ്ട് നടത്താനാ അതിനോട് പറഞ്ഞേ? 4-5 ലോഡ് കൊപ്ര വന്നിട്ടുണ്ടായിരുന്നു. എന്നാ പിന്നെ ആ പണി നടക്കട്ടെ എന്ന് കരുതി. അതുകൊണ്ട് ആ കണ്ണനെ ഇസ്മയിലിനൊക്കെ അയച്ചത്. കൊപ്രാന്നല്ലേ? എടാ, നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായി മിലിറ്ററിക്ക് നിനക്ക് അറിയത്തില്ലേ? സ്വർണത്തിന്റെയും കഞ്ചാവിന്റെയും കച്ചവടം പുറത്തറിയാതിരിക്കാനുള്ള ഒരു മറ. ക്ഷമിക്കണം മുതലാളി. അടിച്ചു ഇടിച്ചും 2 മണിക്കൂർ സ്റ്റണ്ട് നടത്തിയല്ല ശത്രുക്കളെ വകവരുത്തേണ്ടത്. അവന്മാരെ കൊണ്ട് പറ്റത്തില്ലെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അവിടെ കാറും കൊണ്ടുവന്നത്. അതിൽ ആരെങ്കിലും പിടിച്ചിരുന്നെങ്കിൽ എന്റെ ഗതി എന്താവും? ഇനി ഒരു അബദ്ധം പറ്റില്ല മുതലാളി. ആ മംഗലാപുരത്തുനിന്ന് ദേവഗൌഡയുടെ ഫോൺ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ നിന്ന് കഞ്ചാവിലാറി എത്തിക്കുക അത്ര എളുപ്പമാണ്. അവന്മാരെ തട്ടിയിരുന്നെങ്കിൽ ഒരു ആത്മവിശ്വാസം വന്നേനെ. മുതലാളി ഒന്ന് സമാധാനമായിട്ടിരിക്കേ. ഞാൻ മുഖം മൂടി ഇടാം. അശോകവർമ്മയെ പോലെ യവന്മാരുടെ അന്ത്യു എന്റെ കൈകൊണ്ട് തന്നെ വേണമെന്നായിരിക്കും ദൈവനിശ്ചയം. ദേവഗൌഡയെ വിളിച്ച് പറ കഞ്ചാവ് വൈകില്ലാന്ന്. പിന്നെ കുഞ്ഞീഷം പുറത്തൊന്നും പോയി കളയരുത്. ഇല്ല. നമ്മുടെ സ്വർണ്ണപ്പെട്ടികൾ ഷെഡിലുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ഓ, അത് ഗുജറാത്തിൽ എത്തുന്നത് വരെ എനിക്ക് ഉറക്കം വരില്ല. ഞാൻ ഏതായാലും ഗുരുവായൂർ വരെ ഒന്ന് പോവുകയാണ്. ഈ ദുർഘടങ്ങളൊക്കെ മാറ്റിത്തരാൻ ഗുരുവായൂരപ്പനോടല്ലാതെ മറ്റാരോട് പറയാൻ? വിജയ, നീ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങും? നമ്മുടെ അന്ത്യം അടുത്തോ എന്നൊരു ഭീതി. നീയല്ലേ പറഞ്ഞത് CID ജോലി വളരെ സുഖമുള്ള ഏർപ്പാടാണെന്ന്? ഇത്രയും അപകടം പുറകിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. സർക്കിള് പറഞ്ഞത് നേരാ. CIDകൾ ഒരിക്കലും പരസ്യമായ അന്വേഷണത്തിന് ഇറങ്ങരുത്. അക്കാര്യം ഞാനും ആലോചിക്കാതിരുന്നില്ല. റോഡിൽ വെച്ചൊരു തടിയനെ പിന്തുടരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവനെ ഉടനെ കണ്ടുപിടിക്കണം. കൊല്ലുമെന്ന് റെസ്റ്റോറന്റ് വെച്ച് അവൻ പറയുന്ന ഞാൻ കേട്ടതാ. ഓഹോ, കൈവിട്ടുപോയി. കൈവിട്ട് പോട്ടെ, നമുക്ക് മദുരാശിയിലേക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിയാൽ എവിടം വരെ ഓടും? ഈ കേസ് അല്ലെങ്കിൽ മറ്റൊരു കേസ് അന്വേഷിച്ചല്ലേ പറ്റൂ. നമ്മുടെ ജോലി ഇതായി പോയില്ലേ? ഈ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. വിജയ, നിന്റെ കരിനാക്ക് പുറത്തെടുക്കാതെ. പട്ടിണിയും പരിവട്ടമൊന്നും നിനക്ക് മതിയായില്ലേ? തെണ്ടി തെണ്ടി കൂമ്പ് കരിയാറായപ്പോ ഒരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കാനോ? CIDകൾ വേഷം മാറി വേണം അന്വേഷണം നടത്തേണ്ടത് എന്ന തത്വം ഞാൻ മനസ്സിലാക്കുന്നു. ആ തടിയൻ തന്നെയാണ് നേതാവ്. അവനെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും നമുക്കറിയണം. നമുക്ക് വേഷപ്രച്ഛന്നരാകാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വേഷപ്രച്ഛന്ന മത്സരത്തിന് എനിക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്നാ പേടിക്കാനേ ഇല്ല. നമുക്ക് മതം മാറാം. അയ്യോ, എന്തിന്? താടിയും തുപ്പിയും വെച്ച് കുട നന്നാക്കുന്ന മുസ്ലിങ്ങളാകാം. കുട നന്നാക്കാനുണ്ടോ എന്നൊന്ന് വിളിച്ചേ. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ട്. എന്താ കേറണോ?
പിന്നെ കയറാതെ. തടിയനില്ലാത്ത സ്ഥലമാണെങ്കിൽ വെറുതെ സമയം കളയലാവില്ലേ? നമുക്ക് തടിയനെ പറ്റി ആ തള്ളിയോട് വിശദമായൊന്ന് അന്വേഷിച്ച് നോക്കാലോ. ഇവിടെ നന്നാക്കേണ്ടി വന്നാൽ നന്നാക്കന്നെ. നീ നന്നാക്കൂ. ഇതൊക്കെ നിന്റെ ഐഡിയ അല്ലേ, നീ ഒന്ന് നന്നാക്കി നോക്ക്. തയ്ക്കാനെ പറ്റാണെങ്കിൽ പ്രശ്നമില്ല. നന്നാക്കണ്ട, കൊടയും ഇടുക്കി. നാട്ടിലില്ലാത്ത കൂലിയൊന്നും ചോദിക്കരുത്. കൂലി പ്രശ്നമല്ല, നിങ്ങൾ കൊടയും കിടക്കി. ഒടുക്കം വക്കാണത്തിനൊന്നും വയ്യ പറഞ്ഞേക്കാം. ഇത്തിരി പണിയേ ഉള്ളൂ. ഒന്ന് രണ്ടിടത്ത് തയ്ക്കണം, ചക്കു മാറ്റണം, കുതിര ഒന്ന് ഒടിഞ്ഞിരിക്കുക, പിന്നെ ഈ തുണി ഇളയപ്പോഴൊന്ന് ശരിയാക്കണം, പിടി ഉറപ്പിക്കണം. അങ്ങനെ പണി വളരെ കുറച്ചേ ഉള്ളൂ. കൂലി പറ. കൂലി പറയാൻ നിങ്ങൾ കൊടവരി. നല്ല തടിയും വണ്ണം ഉള്ള ഒരുത്തനെ കണ്ടിട്ടുണ്ടാ താടി വെച്ച? എന്തിനാ? നമുക്ക് വെറുതെ ഒന്ന് കാണാനെ കൊണ്ട്. തടിയും വണ്ണമുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരാളെ പറയും. ആദ്യം കൂലി പറ. ആദ്യം നിങ്ങൾ ഇത് പറയും. ആദ്യം കൂലി പറയാൻ. നിങ്ങൾ എന്ത് തരുമോ അത് പറയും. 50 പൈസയുടെ പണിയേ ഉള്ളൂ. 75 പൈസ തരാം. സമ്മതിച്ചിരിക്കണം കൊടവരി. മൊയ്തീനെ, ഇതങ്ങ് നന്നാക്കി കൊടുക്കി. കാതറേ, നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ സഹായിക്കാൻ മൊയ്തീനെ, നിങ്ങൾ നന്നാക്കി കൊടുക്കി. നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ കോൺസ്റ്റബിളിലെ നിങ്ങളല്ലേ ആഫീസർ, ഇതങ്ങ് നന്നാക്കി കൊടുക്കി. അതിപ്പോ നോക്കണ്ട, നിങ്ങൾ നന്നാക്കടോ. അല്ല, ഇതിന്റെ പിടിപോയല്ല. പിടി ഉറപ്പിക്കണം. ഭാഗമാണ് കമ്പി അങ്ങോട്ട് പിടിച്ചാലേ. ഇങ്ങോട്ട് പിടിക്കി. തുണി കയറിക്കോട്ടെ, കുഴപ്പമില്ല. എന്തോന്നാ ഇത്? ഞങ്ങള് കുട നന്നാക്കാൻ നടക്കുന്ന 2 മുസ്ലിം സഹോദരങ്ങളാണ്. അതുകൊണ്ട് നമ്മള് കുട നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരുത്തന്റെ താടി ഇളകി. ആ, ഏതോ കള്ളന്മാരാണോ തോന്നുന്നേ. ഇങ്ങനെ പല വേഷത്തിലും പകൽ വന്ന് സ്ഥലമൊക്കെ കണ്ടുവയ്ക്കും, എന്നിട്ട് രാത്രി കക്കാൻ ഇറങ്ങും. അയ്യോ എന്റെ ഈശ്വര! ഓടി വരണേ, ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. ഒന്ന് ഓടി വാ ശശി, ഒന്ന് ഓടി വാ. വീടിന്റെ അകത്ത് കള്ളം കയറിയ നോക്കാം. ഓടി വാ. അയ്യോ, കള്ളന്മാർ അകത്തോട്ട് കയറുന്നു. ഓടി വാ, ഓടി തമിഴ്നാടു CID മിസ്റ്റർ രാംദാസ് ഹിയർ. യെസ്. ഓ, ഇൻസ്പെക്ടറോ? ആ, തകൃതിയായി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ഇന്ന് വിജയകരമായ ഒരു വേഷം മാറ്റം നടത്തി. ചിലരെയൊക്കെ സംശയമുണ്ട്. അതൊന്നും പറയാറായിട്ടില്ല. ഇതെന്തൊരു ശല്യമാണ്. സമയമാവുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. ആ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വല്ലാത്ത ശല്യക്കാരനാണ്. ആകാംക്ഷയാണ്. നമ്മളിവിടെ അത്ഭുതം കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വിജയ, വേറെ ഒരു നല്ല വേഷം പറ. ആ തടിയനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അമ്മിക്കുത്തുകാരായി ഇറങ്ങിയാലോ? അറിയാത്ത പണി ചെയ്യുന്നവരായിട്ടുള്ള നടപ്പിനി വേണ്ട. നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കുമുട്ട തിന്നുപിടിക്കലും അല്ലേ? ആണോ? എന്നാ നീ തനിച്ചങ്ങ് വേഷം മാറും. അങ്ങനെ തടിക്കാനല്ല തമിഴ്നാട് ഗവൺമെന്റ് നിനക്ക് ശമ്പളം തരുന്നത്. നീ നേതാവും ഞാൻ ശിഷ്യനുമാണെന്നാണ് നിന്റെ ഭാവം. എന്റെ ഒരു ഐഡിയ എന്നെങ്കിലും നീ ഒന്ന് പരിഗണിച്ചിട്ടുണ്ടോ? വല്ല ഐഡിയയും നീ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാനെന്നാൽ ഒരു ഐഡിയ പറയട്ടെ. നമുക്ക് കപ്പടാ മീശയും തലയിലൊരു കെട്ടുമൊക്കെ ആയിട്ട് പക്ഷിശാസ്ത്രക്കാരാകാം. എവിടെയും കേറിച്ചെല്ലാം, എന്തു നുണയും പറയാം. പക്ഷിശാസ്ത്രം ആകുമ്പോ ഈ തത്തയെ കൊണ്ട് കാർഡെടുപ്പിക്കണ്ടേ? അത് വളരെ എളുപ്പമല്ലേ. ചിറക് മുറിച്ച തത്തയായിരിക്കും. നമ്മൾ തത്തയെ കൂടിന്റെ പുറത്തേക്ക് ഇറക്കി വിടണം. എന്നിട്ട് കൂടിന്റെ ഒരു വശത്ത് ടിക് 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 എന്ന് പതുക്കെ മുട്ടണം. മുട്ടൽ എപ്പ നിർത്തുന്നോ തത്ത ഉടൻ കാർഡെടുക്കും. ഈ വിദ്യ നീ എങ്ങനെ പഠിച്ചു? ദാസ, നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ചുമ്മാ CID ഒന്നും അല്ല. ഇതുപോലെ 100 കണക്കിന് ഐഡിയാസ് ഇനിയും വേണേ പറഞ്ഞുതരാം. ആദ്യം ഇത് വിജയകരമാകുമെന്ന് നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, വിജയം സുനിശ്ചിതം. ഗെറ്റ് റെഡി CID മിസ്റ്റർ ദാസൻ. ഓക്കെ, ശരി മിസ്റ്റർ വിജയൻ. റെഡി.
ഒലക്കയിലെ ഒരു സേടിപ്പണി. ഒന്നുകിൽ ആ പിശാചിന്റെ പേരറിയണം, അല്ലെങ്കിൽ അവൻ ഏത് ഏറിയല്ല താമസിക്കുന്നതെന്ന് അറിയണം. ഇതൊന്നുമില്ലാതെ കഷണ്ടി ഉണ്ട് കുഷണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്ന് അന്വേഷിക്കാൻ? ഈ പണ്ടാരത്തിനാണെങ്കിൽ മുടിഞ്ഞ വേറ്റു. പക്ഷിശാസ്ത്രക്കാരുടെ വേഷത്തിൽ നടന്ന എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളന്മാര് നേരിട്ട് ഹാജരാവുമെന്ന് നീ അല്ലടാ പറഞ്ഞത്? ഏതായാലും നിന്റെ കൊടതന്നാക്കൽ പരിപാടി പോലെ നാറിയില്ല. അന്ന് തടികേടാവാഞ്ഞത് എന്റെ അപ്പനപ്പന്മാരുടെ അനുഗ്രഹം കൊണ്ടാ. CID പണിയാകുമ്പോ ചിലപ്പോ തടി കേടായെന്നിരിക്കും. ഇഷ്ടമില്ലെങ്കിൽ ഈ കുപ്പായം ഊരി വെച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ. ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ തനിച്ചായിരുന്നെങ്കിൽ ഈ കേസൊക്കെ പുല്ല് പോലെ കണ്ടുപിടിച്ചേനെ. ഒരു കാര്യം ചെയ്യാം, ഇനി അങ്ങോട്ട് നീ നിന്റെ വഴിക്ക് അന്വേഷിച്ചോളൂ, ഞാൻ എന്റെ വഴിക്ക് അന്വേഷിച്ചോളാം. ആയിക്കോട്ടെ, എനിക്കൊരു പരാതിയുമില്ല. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ ആ തടിയനെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാണ്? റെസ്റ്റോറന്റ് വെച്ച് ആണല്ലോ. നമ്മൾ ഇവിടെ ഇത്രയും അഭ്യാസം കാണിച്ചു. ആ റെസ്റ്റോറന്റിൽ ഒന്ന് പോയി നോക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടായോ ഇതുവരെ? യെസ്. ഇല്ല. എന്നാ ആ ബുദ്ധി എനിക്കിപ്പോ ഉണ്ടായി. നമ്മൾ എത്രയും പെട്ടെന്ന് ആ റെസ്റ്റോറന്റിലേക്ക് നീങ്ങുന്നു. ഒരു ടാക്സി വിളിക്ക്. നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. എടാ, ഇന്ന് വരെ പക്ഷിശാസ്ത്രക്കാര് ടാക്സി സഞ്ചരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. യെസ്. വാ, നമുക്ക് ബസ്സിൽ പോകാം. സാർ കൈവാക്കണമാ? പോക്കറ്റ് അടിക്കാൻ നടക്കല്ലേ? അതെ, നിങ്ങൾ തന്നെയാ. ഇന്നാളെ രണ്ടുപേരും കൂടെ കൊടവന്നാക്കാനാണെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വന്നില്ലേ? അപ്പൊ താടിയും തൊപ്പിയായിരുന്നു. ഇത് കള്ളമീശ കേട്ടോ. എവിടെ? സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല? CIDകളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ബസ് സ്റ്റോപ്പിൽ വെച്ച് നാട്ടുകാർ തന്നത് പോരാഞ്ഞ് ഇദ്ദേഹം ഞങ്ങൾക്ക് പെരുമാറി. നോക്കണം സാർ, നോക്കണം. സാർ, ഇവർ തമിഴ്നാട്ടിൽ നിന്ന് കേസ് അന്വേഷിക്കാൻ വന്നവരാണ്. 1000 പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു തമിഴ്നാട്. ഐ എം സോറി സാർ. CIDകളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി ഇവരെയൊക്കെ പിടിച്ച് അകത്തിട്ട് 4 പൊട്ടിക്കണം ആദ്യം. അത് പിന്നെ വീട്ടിൽ വന്നപ്പോ മുസ്ലിം വേഷം, ബസ് സ്റ്റാൻഡിൽ പക്ഷിശാസ്ത്രം. ആരായാലും സംശയിച്ചു പോയില്ലേ സാർ? ഓക്കെ, നിങ്ങൾക്ക് പോവാം. പക്ഷെ ആളുകളെ ദേഹോപദ്രം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതിനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പോണം. സാർ, എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? മുസ്ലിം വേഷം, പക്ഷിശാസ്ത്രം. എന്താ കുഴപ്പം? ഞങ്ങൾ കേസ് തെളിയിച്ചാൽ സ്റ്റേറ്റ് പോലീസിന് ഇഷ്ടമാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. തമിഴ്നാട്ടിൽ കേസില്ലാഞ്ഞിട്ടല്ല, കെഞ്ചിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. വിരോധമുണ്ട്, ഞങ്ങൾ ഉടനെ വിട്ടേക്കണം. എനിക്കൊരു വിരോധമില്ല. കൊലപാതകയുടെ രക്തം പരിശോധിച്ചിട്ട് എന്തായി? ഒരു വിവരം അറിഞ്ഞില്ലല്ലോ. അതൊന്നും വേണ്ടെന്നല്ലേ അന്ന് പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം. ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉടൻ വേണം. ഒരു ഡമ്മി ശരിയാക്കാൻ പോലും വയ്യാത്ത നിങ്ങളെയൊക്കെ. കമോൺ സാർ, എന്റെ ജീപ്പിൽ പോവാം. എന്താ? ജീപ്പിൽ പോവാം. സ്റ്റേറ്റ് പോലീസിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. യെസ്.